Hi guys, this is Navin Precious number. Hi guys, this is Navin Precious number. Thank you. ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സാവുമാൻ. Ladies and gentlemen, boys and girls, this is live and direct with Navin, Precious and Sabuman. Nandakishar. ഓക്കെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സാവുമാൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇവിടെ ആരാണെന്ന് അറിയാമോ? FC Boy. ബൈ ദ വേ FC Boy, നമ്മളെന്താ ഫാഷനബിളി ലേറ്റ് ആണോ? എന്താണ് അവസ്ഥ? ഇന്ന് നമ്മൾ ഫാഷൻ ഷോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഫാഷനബിളി ലേറ്റ് ആവാന്ന് വിചാരിച്ചു അല്ലേ? ഫാഷനബിളി ലേറ്റ്, അതെ. പിന്നെ ഒരു കാര്യമുണ്ട്, സാധാരണ ഈ നമ്മളൊരു സെലിബ്രിറ്റി ഒക്കെ ആയി കഴിഞ്ഞാല് നമ്മളെ അവര് വിളിക്കണം, എവിടെയാണ് നിങ്ങൾ കാണുന്നില്ലല്ലോ എന്ന്, എന്നിട്ട് നമുക്ക് പോകാൻ പാടില്ല. അത് ശരിയാണ്. എന്നോട് ഇത് ആരാ പഠിപ്പിച്ചതെന്ന് പറയും. ആരാ പഠിപ്പിച്ചത്? സീരിയസ് ആയിട്ടാ? ജിഷിന്റെ ഒരു കോമഡി ഉണ്ട് ബ്രോ. ജിഷിൻ എന്താ അറിയോ? ജിഷിൻ മറ്റേ എയർപോർട്ടിലല്ലേ, അവന്റെ പേര് വിളിക്കാണ്ട്, അതായത് ലേറ്റ് ആയി മറ്റേ അവൻ ബോർഡിംഗ് ടൈമിന് അവന്റെ പേര് വിളിക്കാതെ പോവില്ല. ഈ വ്ളോഗിന്റെ ഒരു സംഭവം എന്താ പറയുക FC Boy? അത് ഭയങ്കര റോ മൊമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഇത് അടിപൊളിയല്ലേ? ലൈക്ക് എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യാൻ ലൈക്ക് വ്ളോഗ്സ് പോലെ ഒരു പരിപാടി. ഐ ഓൾവേസ് എന്റെ പുറത്തൊരു ക്യാമറ കിട്ടോ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. അതാണ് അപ്പൊ ഇന്ന് പെർഫെക്റ്റ്. അത് ടാസ്ക് ആണ്, അതാണ് സംഭവം. ക്യാപ്ചർ തിങ്സ് വിത്ത് മൈ ഐസ്. സാബാൻ എങ്ങനെയുണ്ടായിരുന്നു പോക്ക് ചോപ്സ്? പോക്ക് ചോപ്സ് വാസ് ബ്രില്യന്റ് FC Boy. സാബാന്റെ പോക്ക് ചോപ്സ് എക്സ്പീരിയൻസ്. സാബാൻ വന്ന് വെളുപ്പിനെ എത്തി, സത്യം. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ പോക്ക് ചോപ്സ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര ദിവസം നല്ല ഹെവി ഫുഡൊക്കെ കണ്ടേ, ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം ഞാൻ അങ്ങനെ പോക്ക് ചോപ്സ് ചെയ്തേ. പെർഫെക്റ്റ് ആയിരുന്നു FC Boy. മച്ച് നീഡഡ് ആയിരുന്നു എനിക്ക്. പിന്നെ ജാപ്പനീസ് മേവും കൊള്ളായിരുന്നു. സോ അത് എന്തോന്ന് എഗ് വൈറ്റ്സ് അല്ലല്ലേ, എഗ് യോക്ക് വെച്ചാണ്. അത് ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യാൻ പറ്റി. അതാണ് അത് ഭയങ്കര അഡിക്റ്റീവ്. ജാപ്പനീസ് വിനീഗർ ഉണ്ട്, അല്ലെങ്കിൽ റൈസ് വൈറ്റ് വിനീഗർ, അതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. വേറെ ടൈപ്പ് അത് കസ്റ്റഡ് പോലെ. അതിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി എവിടെയൊക്കെയാ തോന്നുന്നു. നമ്മൾ ഈ സൂഷി എന്നാ പറയാ, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വിൽക്കുന്ന ടൈപ്പ് സൂഷി ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഇവിടെ കുറെ ഈ സൂഷി പ്രോപ്പർ ഒതന്റിക് സൂഷി അല്ലാണ്ട് ചുമ്മാ റിപ്പ് ഓഫ് സൂഷി. അതെ പിന്നെ നമ്മൾ ഇന്ത്യൻ ടേസ്റ്റ് പാലസിന് വേണ്ടിയുള്ള മയോണൈസ് ഒക്കെ ഇട്ടിട്ട് വരുന്ന ഈ മയോണൈസ് ആയിരിക്കും. ഇതാണല്ലോ അവർ യൂസ് കാരണം ഈ പറഞ്ഞ പോലെ ഈ മയോണൈസ് കൂടുതലും ഈ ഒത്തന്റിക് അല്ലാത്ത ജാപ്പനീസ് ഇല്ലേ, വെറുതെ സാധാരണ സൂഷി. അതെ അവിടെ യൂസ് ചെയ്യുന്ന മനസ്സിലായി. വെസ്റ്റേണൈസ്ഡ് സൂഷീസ് അല്ലെങ്കിൽ ദേസി ഫോർ ദ ദേസി പാലറ്റ്സ്. അതെ ശരിക്കുള്ളതിൽ വസാബി ആണല്ലോ. അതാണ് പ്രൊഫൈൽ എല്ലാവർക്കും പിടിക്കാത്ത ഫ്ലേവർ പ്രൊഫൈൽ. അതാണ് സ്ട്രോങ് പ്രൊഫൈൽ. ഞാൻ എന്റെ സാൻഡ്വിച്ചസിലൊക്കെ QP മയോണൈസ്. അത് കൊള്ളാം. കാരണം വെച്ചാൽ അതിനകത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കഫേയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അഫോർഡബിൾ അല്ല ഫുൾ ടൈം QP മയോണൈസ്. അത് ശരിയാ. നിങ്ങളല്ലെങ്കിൽ ഇതാണല്ലോ പോപ്പപ്പ് പോലെയൊക്കെ ഉള്ള സംഭവം. ഇറ്റ്സ് ഡിഫിക്കൾട്ട് നമുക്കൊരു കട നടത്തുമ്പോൾ. അതൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ റെസ്റ്റോറന്റ് നടത്തുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇവന്റ്സ് ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് കൊടുക്കുക. 2 days ആകുമ്പോഴത്തേക്ക് 2 days ഇപ്പൊ ഞാൻ നെക്സ്റ്റ് മാൻഡ്വിച്ച് ബൈ ദ വേ വേണ്ടതാണ്. ഒരു 2 days ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് ഹെവി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ആ മെനു ലൈക്ക് ഇൻഗ്രീഡിയന്റ് റിച്ച് ആയിരിക്കും. അതുകൊണ്ട് പ്രൈസിയും ആയിരിക്കും. പക്ഷെ ഇറ്റ്സ് ഓൺലി ദേർ ഫോർ 2 days. സോ ഐ ആം ജസ്റ്റ് ഡ്രോപ്പിംഗ് സാൻഡ്വിച്ചസ് എന്ന് പറയാം. സാൻഡ്വിച്ച് ഡ്രോപ്പ് മനസ്സിലായി. Available from like say 6 to 9 and 3 hours I'll be like flipping burgers maybe. Nice, go for it. Yeah. ഇനി എത്ര നേരം കൂടെ എടുക്കുമായിരിക്കും? ഹലോ ഹായ്. എന്താണ് ഭയങ്കര വലിയ പാട്ടുകാരിയൊക്കെ ആയിപ്പോയല്ലോ. പാട്ടുകാരി പിന്നെ സിനിമ നടിയും ഭയങ്കര അഭിനയമാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ സാധിക്കും. നല്ല രസമുണ്ടല്ലോ. ആണോ? ഞാൻ തന്നെ ചെയ്തു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് നമ്മുടെ എന്റെ ബ്ലോഗിൽ തുടങ്ങിയോ? എത്ര ഏജ് ഉണ്ടെന്നറിയോ?
എന്നെ കണ്ട 30 എന്ന് പറയൂ. ആ കുറച്ചും കൂടെ ആ ബിങ്കോ. എന്നെ കണ്ട അത്ര തോന്നുന്നു 23. പ്രായം തോന്നിക്കുന്നുണ്ട്. എന്ത് ട്രീറ്റ്മെന്റ് ആണ് മുടിക്ക് ചെയ്യുന്നത്? ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. ഹെയറിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു 10 years ആയിട്ട്. പക്ഷെ ഇപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നു. ഇനി എന്റെ ഓൺ ഹെയർ തിരിച്ചു മാറ്റും. 3 years എന്ന് പറഞ്ഞാൽ കേളി ഹെയർ അല്ലേ? ബേബി ഹെയർ ഓ ബേബി. അതിലോട്ട് തിരിച്ചു പോകണമെന്ന് ഇപ്പൊ ഭയങ്കര ആഗ്രഹം. എത്ര ദിവസം നിൽക്കും തരത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ചെയ്യണം തോന്നിയാൽ പിന്നെ ഞാൻ പോയി ചെയ്യും. സ്പോണ്ടേനിയസ് ആണല്ലേ? തൽക്കാലം ഇപ്പൊ നിർത്തി വെച്ചിട്ട് ഇനി ഒന്ന് ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചിരിക്കും. മനസ്സിലായി. എല്ലാവരും ഓടിക്കാളോ എന്റെ ഫ്രണ്ട് പറഞ്ഞ നീ മാറി ഇതാണ് ഗൈസ് ഫുൾ മീഡിയ ആപ്സ് ഒക്കെയാണ്. നമ്മുടെ സ്റ്റൈലിസ്റ്റ് ന്യൂവിൻ പ്രോ ഉണ്ട്. ഹാർദവമായ സ്വാഗതം. ബൈ ബിന്നി ഇന്നിവിടെ ലോഞ്ച് ആവുകയാണ്. നമ്മുടെ സ്വന്തം ബിന്നി സെബാസ്റ്റ്യൻ ഫ്രം ബിഗ് ബോസ് സീസൺ 7 ലോഞ്ച് ആവും. ഈ പ്രശ്നം നമ്മുടെ ബിന്നിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ സോ എവരിബഡി പ്ലീസ് ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ് ടു ബിന്നി ആൻഡ് നൂബിൻ ഫോർ ബ്രിങ്ങിങ് ദിസ്. എനിക്കറിയാവുന്ന ആൾക്കാരാണ്, അപ്പൊ എനിക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ട് വെൽക്കം ചെയ്യാൻ പറ്റും. FC ബോയോട് ഞാൻ ഈവൻ FC ബോയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷെ ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ബിന്നി എന്ന് പറഞ്ഞ് എന്താണ് ലോഞ്ച് ചെയ്യുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി ഞാനിപ്പോൾ ഫസ്റ്റ് വരുത്താം. നമ്മൾ ഓൺലൈനായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബൈ ബിന്നി എന്നല്ല പേര് റിവീൽ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, ഇവന്റ് ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അങ്ങനെ വിധിയുടെ സ്വപ്നങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് വിധി. സോ എല്ലാവർക്കും ചേർന്ന് ഒഫീഷ്യലി ലോഞ്ചിങ് മോഹിക്കൂ. എല്ലാവരും മോഹിക്കുകയാണ് വിധി. ആരും മോഹിച്ചു. കൺഗ്രാറ്റ്സ്. ഓ സൂപ്പർ. വിധി ഇമോഷണൽ ആവുന്നുണ്ട്, കണ്ണു നിറയുന്നുണ്ട്. ഫെമിനൈൻ ടച്ച് വേണം. ഇങ്ങനെ കുറെ കാര്യത്തിൽ ഞാൻ കൺസേൺ ഉണ്ടായിരുന്നു. അങ്ങനെ തപ്പി കുറെ പേര് കിട്ടി. പക്ഷെ ആ പേര് ഡൊമൈൻ നോക്കിയപ്പം ഡൊമൈൻ ഇല്ല. അതെ, അതേപോലെ ആക്ടർ ആവണം എന്നുള്ളതും എന്റെ ഒരു മോഹമായിരുന്നു, അതും സാധിച്ചു. ഡോക്ടർ ആവണം എന്നുള്ളതും എന്റെ ഒരു മോഹമായിരുന്നു, അതും സാധിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് ഇഷ്ടമായിരുന്നു ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഫാഷൻ ബ്രാൻഡ് ലോഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഞങ്ങള് എല്ലാവരും പോയി പർച്ചേസ് ചെയ്തു. ഓരോ കോമഡികളാ. ഇത് എറണാകുളത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ എല്ലാം കൊടുത്തേക്കുന്ന സാരിയൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഇവിടെ കുറെ പേരെ എനിക്കറിയാം. എല്ലാവരും ഫോണില്. എന്താണിത്? എന്തായാലും ഷെറീൻ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലാണല്ലേ, സ്റ്റോറി ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ബ്ലോഗ് അല്ലല്ലോ. എടാ ഐ ട്രൈ. അതാണ്. അത് കുഴപ്പമില്ല. സുന്ദരനായി വരുന്ന ലക്ഷ്യത്തെ സ്ഥലം മാറിപ്പോയി. ഇത് എന്റെ യൂട്യൂബ് ബ്ലോഗാണ്. കാണാം, വിളിക്കാം. രീതിയിൽ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഞാൻ സിംഗിൾ ആയിട്ട് നിന്നാലും എനിക്ക് ബെനിഫിഷ്യൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ സിംഗിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അതുണ്ട്. നിനക്ക് എങ്ങനെയാ കല്യാണം? എനിക്ക് ഐ ആം നോട്ട് റെഡി ടു മിംഗിൾ. നോട്ട് റെഡി ടു മിംഗിൾ. ഓൾവേസ് റെഡി ടു മിംഗിൾ. അതാണ് വ്യത്യാസം. അതെ, അതാണ് വ്യത്യാസം.
നല്ല നല്ല ഒനിൽ വാക്കുകൾ, ഒനിൽ വചനങ്ങൾ. സ്റ്റേയിങ് സിംഗിൾ. ഇപ്പൊ ഞാൻ പറയാം, ടബ്ബു ഇല്ലേ, സിനിമാടി ടബ്ബു അറിയോ? സിനിമാടി ടബ്ബു 50+ അല്ലെ, സിനിമാടി ടബ്ബു ഇല്ലേ 50+ ആണ്. പുള്ളിക്കാരത്തി നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ചൈൽഡ്ഹുഡ് ക്രഷ് ആണ്. ഒന്നും കൂടെ പറഞ്ഞ ടബ് പറഞ്ഞ എനിക്കും കൂടെ സിനിമ നടി ടബ്ബു പറഞ്ഞത് ഒരു വലിയ കോട്ടാണ്. 50+ ആയിട്ട് പുള്ളിക്കാരത്തി ഇപ്പോഴും സിംഗിൾ ആണ്. കാരണം എപ്പോഴും ചോദിക്കും why are you single എന്നൊക്കെ പറയുമ്പോ I am happily single. Okay, I just need a man in bed എന്നാണ് ടബ്ബു പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ എനിക്ക് പറഞ്ഞൂടെ, അപ്പൊ ലൈക്ക് I am so happily single. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്റെ സമപ്രായക്കാർക്ക്. ഞാൻ സിംഗിൾ ആയിട്ട് നടക്കുന്ന ഇഷ്ടമാണ്. ഇപ്പൊ ഒരു നല്ല മാതൃകയാവുന്നുണ്ട്, എന്നെ പ്രേരിപ്പിക്കുന്നു. എടാ പറഞ്ഞോ. കക്ക ഫ്രൈ. ഇത് കക്കയാണല്ലേ? നിനക്ക് എന്തായാലും മീൻമുട്ട എടുക്കണം. മീൻമുട്ട ഉറപ്പായിട്ട് എടുക്കാം, വരാലെടുക്കാം. തുറന്നു ഫോട്ടോ എടുത്തിട്ടില്ല അതിന്റെ. ലൈറ്റ് അടിക്കോ സാമൻ? ഓക്കെ, ഇതൊക്കെയാണ് ലൈറ്റ്. ഓക്കെ, ഫ്രഷ്. ഇതും കൂടി ഒന്ന് തോന്നേക്കട്ടാ. ഫിഷ് മാംഗോ കറി സംഭവം ഒന്ന് എടുത്തു നോക്കട്ടെ. ഫിഷ് മാംഗോ കറി ഞാൻ കരിമീൻ കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഫിഷ് മാംഗോ കറി. നിങ്ങൾ എന്തോ നെയ്മീനിലാണോ ഫിഷ് മാംഗോ കറി? അല്ല, ഞാൻ കരിമീൻ കഴിക്കാത്തതാണ്, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ട്രൈ ചെയ്യണം. ചേർത്തലന്നൊക്കെ കരിമീൻ കഴിക്കണം. നിങ്ങൾ കരിമീൻ കഴിക്കൂലേ? ആ, ചേർത്തലേന്ന് കഴിക്കാം. എനിക്ക് കരിമീൻ ഇഷ്ടമാണ്. എനിക്ക് ചേർത്തലേന്ന് കഴിക്കാം. ഓ ഓ, കരിമീൻ്റെ നമുക്ക് 3 ടൈപ്പാണ് ഉള്ളത്. കരിമീൻ മുളകിട്ട് വെച്ചുകൊണ്ട് തേങ്ങ അരച്ച് ഫിഷ് മാംഗോ കറി ഉണ്ട്. അതുപോലെ തവാ ഫ്രൈ എനിക്ക് കാളാഞ്ചി ഉണ്ടോ ഇന്ന്? ഇഞ്ചി വെച്ചിട്ട് ഗ്രേവി അടിച്ച് കൊടുക്കാൻ വേണ്ടി നമുക്കില്ല. വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ വെക്കുന്ന പോലെ കറി ചട്ടിക്കകത്ത് വെച്ച് പീസ് വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ല തീരെ സ്ലൈസ് പീസ് രണ്ടാൾക്ക് കഴിക്കാം. ചോറുവാണെങ്കിൽ രണ്ടാൾക്ക് ഓക്കെയാണ്. അത് ഇത് എന്തായാലും നൈസ് ആയിരിക്കും. എല്ലായിടത്തും നല്ല കരിമീൻ കിട്ടാത്ത കാരണമാണ് ഈ പ്രശ്നം. ചിലപ്പോൾ കരിമീന് ചേറിന്റെ ചൊവ്വയുണ്ടാവും. സോ ഇറ്റ്സ് ഗോട്ട് ലൈക്ക് ഭയങ്കര ഒരു മർക്കി ടേസ്റ്റ്, ഒരു സ്വാമ്പിന്റെ അറ്റ്മോസ്ഫിയറിലാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പിന്നെ സൈക്കോളജിക്കലാണോ? അതും കൂടി ആവാം. പക്ഷെ ഞാൻ കരിമീൻ കഴിക്കാത്ത കാരണം എന്തോരം ഗുണം ഉണ്ടായെന്ന് പറയാം. നമ്മുടെ ഷെഫ് പിള്ളേക്ക് നിർവ്വാണ എന്ന് പറഞ്ഞ സംഭവം കിട്ടിയില്ലേ, കരിമീൻ കഴിക്കാത്ത കാരണമാണ്. അല്ലെങ്കിൽ പുള്ളി കരിമീനിൽ പുള്ളിയുടെ സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കിയാലും ഞാനായതുകൊണ്ട് കരിമീൻ കഴിക്കാത്ത കാരണം നെയ്മീനിൽ ആദ്യം ഇട്ട് വെച്ചു. നെയ്മീൻ നിർവ്വാണ ഉണ്ടാവും. ചിലപ്പോ നിങ്ങൾ കരിമീൻ കഴിക്കാതെ കരിമീൻ നിർവ്വാണം ഉണ്ടായി. കരിമീൻ നിർവ്വാണ ഇല്ല, അതങ്ങനെ ഓൾറെഡി ഡിഷ് ഉണ്ട്. ഓൾറെഡി നിർവ്വാണ നല്ല പേര്, അതിന് വേറെ പേരുണ്ടാണ്. കരിമീനിലായിരുന്നു പേൾ സ്പോട്ട് കിങ് ഗെയിൽ എന്ന് പറഞ്ഞു. അത് ഞാൻ മാറ്റിച്ചു. നല്ല മധുരമുണ്ട്, പൈനാപ്പിൾ ഒക്കെ ഉണ്ട്. അതാണ് എനിക്ക് തോന്നി പൈനാപ്പിൾ ഉണ്ടെന്ന്. പുളിശ്ശേരി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളിവിടെ കൊച്ചിയിലൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ട്, എല്ലാ സദ്യയിലും വരുന്നത്. ഒരു സ്വീറ്റ്നെസ് ഒക്കെ വരും. നമ്മളെ സദ്യയിലും ഉണ്ടല്ലോ. എനിക്ക് ഇവിടുത്തെ സ്പൈസ് ലെവൽസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒന്നും വലിയ സ്പൈസി അല്ല. ഈ സാധനം ഭയങ്കര ഫയറി റെഡ് ആണെങ്കിലും വലിയ സ്പൈസി ഒന്നുമല്ല. വരാല് നമുക്ക് ഫിഷ് മാംഗോ കറി നോക്കാം. അതാണ് pretty decent for this. Affordable ആണല്ലേ? Very affordable. So that's why it's like according to the markup it's fine. It's a good place. Yeah, what's up, man? Yo, what's up? നമ്മള് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഹൈവേയിലുള്ള ഫുഡ്സ് ഉണ്ട്. യൂഷ്വലി മലയാളികളെ അല്ല ഇന്ത്യക്കാരെ തന്നെ പൊതുവെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് മീറ്റിനോടൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിൽ നിന്ന് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നു. പുറത്ത് ചിലപ്പോൾ മീറ്റ് മര്യാദക്കല്ല. ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഡൈജഷൻ ഇഷ്യൂസ് പറയുന്നത് കുറച്ച് പേരിലായിട്ട് വെജിറ്റബിൾസ് ഡൈജസ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി അത്രയും വർക്ക് ചെയ്യണം. സോ ഇറ്റ്സ് ദ സെയിം തോട്ട്. പക്ഷേ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ടല്ലോ,
വെജിറ്റേറിയൻ ഹോട്ടൽസിൽ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചട്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ കുറച്ച് പെട്ടെന്ന് വളിച്ചു പോകുന്ന സാധനങ്ങളാണ്. പെട്ടെന്ന് കേടാവും. മീറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ മര്യാദയ്ക്ക് കുക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാവരും പ്രഷർ കുക്കർ വെച്ച് ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന കാരണം അത്യാവശ്യം എല്ലാ മീറ്റും പ്രോപ്പർലി കുക്ക്ഡ് ആയിരിക്കും. ആൾക്കാരുടെ സ്വന്തമായിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ് നമുക്ക് പ്രത്യേകിച്ച് പോകുന്ന വഴിക്ക് നല്ല ഫെസിലിറ്റീസ് ഇല്ല, ടോയ്ലറ്റ്സ് ഉപയോഗിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് വെജിറ്റേറിയൻ. പക്ഷേ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തത് എത്ര വെജിറ്റേറിയൻ ഹോട്ടൽസിന്റെ പേര് ആര്യാസ് എന്നാണ്. അതും ചിലത് AA ആര്യാസ്, ചിലത് ARYAAS ആര്യാസ്, ചിലതില് ആര്യ മാത്രമായിരിക്കും, ആര്യ. പക്ഷെ എല്ലാ മിക്ക വെജിറ്റേറിയൻ ഹോട്ടലിന്റെ പേര് ആര്യാസ് എന്നായിരിക്കും. അതാണെങ്കിൽ ഹൈവേയിലാണെങ്കിൽ നമ്മൾ നിർത്തി കഴിച്ചു, കാരണം എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പ്രിഫർ. പക്ഷെ അത് ഡിപ്പെൻഡ്സ്, ഒരു ഇതുപോലെ ഇരിക്കും. ഞാൻ മീറ്റ് തന്നെ കഴിക്കും പുറത്താണെങ്കിൽ. അതെ, ഞാനും മീറ്റ് തന്നെ കഴിക്കാറുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഹൈവേയിലാണ് കാർത്തിയാനിയൊക്കെ ഉള്ളത്, ഫുൾ കാർത്തിയാനിയുടെ ഒക്കെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഫുൾ ഹൈവേസ് ഫോക്കസ് ചെയ്യും. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറി പോകും. മോരിപ്പള്ളം ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ സംഭവം. സംഭാരങ്ങൾ കുമ്പാരമാക്കി ഞങ്ങളെ യൂട്യൂബിൽ ഫേമസ് ആക്കി.